നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വൈസ്രോയി ആണ്. നമ്മൾ ഡഫറിൻ വരെ പഠിച്ചായിരുന്നു. വൈസ്രോയി ലോർഡ് ഡഫറിൻ വരെ പഠിച്ചു. ഡഫറിന്റെ കാലഘട്ടം 1884 മുതൽ 1888 വരെ ആയിരുന്നു. നമ്മൾ പഠിച്ചതാണ്. PSC കമ്മീഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് കമ്മീഷനെ കുറിച്ചൊക്കെ അന്വേഷിച്ചത് അതിനൊക്കെ നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോർഡ് ലാൻസ്ഡൗൺ ആണ്. ലോർഡ് ലാൻസ്ഡൗൺ. ലാൻസ്ഡൗണിന്റെ കാലഘട്ടം 1888 മുതൽ 1894 വരെ ലോർഡ് ലാൻസ്ഡൗൺ ആണ് ഇന്ത്യ ഭരിച്ചത്. പോയിന്റ്സ് നോക്കാം. സെക്കൻഡ് ഫാക്ടറി ആക്ട് വാസ് പാസ്ഡ്. സെക്കൻഡ് ഫാക്ടറി ആക്ട് പാസ്സാക്കിയത് ലാൻസ്ഡൗൺ ആണ്. വർഷം 1891 സെക്കൻഡ് ഫാക്ടറി ആക്ട് പാസ്സാക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഫാക്ടറി ആക്ട് നമ്മൾ പഠിച്ചായിരുന്നു. അത് 1881 ഫസ്റ്റ് ഫാക്ടറി ആക്ട്. അത് എന്തുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ചതാണ്? ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ടാണ് ഫാക്ടറി ആക്ട്, ഫസ്റ്റ് ഫാക്ടറി ആക്ട് വരുന്നത്. പിന്നെ സെക്കൻഡ് ഫാക്ടറി ആക്ടിന്റെ വർഷം 1891 ലാൻസ്ഡൗൺ ആണ് അത് പാസ്സാക്കുന്നത്. നോക്കാം. ഈ പറയുന്ന സെക്കൻഡ് ഫാക്ടറി ആക്ടിൽ ചെറിയൊരു പോയിന്റും കൂടി ഉണ്ട്. എന്താണെന്ന് നോക്കാം. എ വീക്ക്ലി ഹോളിഡേ ആൻഡ് സ്റ്റിപ്പുലേറ്റഡ് വർക്കിംഗ് അവർ for women and children were introduced in second factory act. അതാണ് നോക്കാം. 1891 പാസ്സാക്കിയ സെക്കൻഡ് ഫാക്ടറി ആക്ടിൽ പറയുന്നത് ജോലി സമയം കുറച്ചു എന്നാണ്. ജോലി സമയം കുറയ്ക്കുകയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ജോലി സമയം കുറയ്ക്കുകയും പിന്നെ എന്താണ് ആഴ്ചയിൽ ഒരിക്കൽ എന്താണ് ആഴ്ചയിൽ ഒരു ദിവസം ഹോളിഡേ അവധി ദിവസമാക്കുകയും ചെയ്തു. അതാണ് സെക്കൻഡ് ഫാക്ടറി ആക്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പൊ എന്താണ് സ്റ്റിപ്പുലേറ്റഡ് ഹോളിഡേ ആൻഡ് സ്റ്റിപ്പുലേറ്റഡ് വീക്ക്ലി ഹോളിഡേ ആൻഡ് സ്റ്റിപ്പുലേറ്റഡ് വർക്കിംഗ് അവർ ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സെക്കൻഡ് ഫാക്ടറി ആക്ട്. നെക്സ്റ്റ് ഡ്യൂറന്റ് കമ്മീഷൻ ടു ഡിഫൈൻ ദ ലൈൻ ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ വാസ് അപ്പോയിന്റഡ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കമ്മീഷനെ നിയോഗിച്ചു. ലാൻസ്ഡൗൺ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷന്റെ പേരാണ് ഡ്യൂറന്റ് കമ്മീഷൻ. ഡ്യൂറന്റ് കമ്മീഷൻ ആണ് അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷൻ. ഏതൊക്കെ സ്ഥലങ്ങളെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും. ഇനി ഡ്യൂറന്റ് കമ്മീഷൻ നയിച്ചത് ലെഡ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് മോർട്ടിമർ ഡ്യൂറന്റ് എന്ന് പറയുന്ന ആളാണ് ഇത് ലെഡ് ചെയ്തത്. But Durand Commission was led by Mortimer Durand. ഈ പറയുന്ന ഡ്യൂറന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പൊ പോയിന്റ്സ് ഞാൻ ഒരിക്കൽ കൂടി പറയാം, എന്നിട്ട് നമുക്ക് ബാക്കി പോയിന്റ്സ് നോക്കാം. അടുത്ത വയസ്സ് നമ്മൾ പഠിച്ച ലോർഡ് ലാൻസ്ഡൗൺ ആണ്. 1888 മുതൽ 1894 വരെ ലോർഡ് ലാൻസ്ഡൗൺ ആണ് ഇന്ത്യ ഭരിച്ചത്. ഫസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ഫാക്ടറി ആക്ട് വാസ് പാസ്ഡ് ഇൻ 1891. 1891 സെക്കൻഡ് ഫാക്ടറി ആക്ട് പാസ്സാക്കിയത് ലാൻസ്ഡൗൺ ആണ്. ഫസ്റ്റ് ഫാക്ടറി ആക്ട് 1881 എ വീക്ക്ലി ഹോളിഡേ ആൻഡ് സ്റ്റിപ്പുലേറ്റഡ് വർക്കിംഗ് അവർ ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സെക്കൻഡ് ഫാക്ടറി ആക്ട്. ഇപ്പൊ എന്താണ് അതിൽ പറയുന്നത്? ഹോളിഡേയും പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജോലി സമയം കുറയ്ക്കുകയും ചെയ്തത് സെക്കൻഡ് ഫാക്ടറി ആക്ടിലാണ്. നെക്സ്റ്റ് എന്താണ്? ഡ്യൂറന്റ് കമ്മീഷൻ ടു ഡിഫൈൻ ദ ലൈൻ ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ വാസ് അപ്പോയിന്റഡ്. ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടി ലാൻസ്ഡൗൺ നിയോഗിച്ച കമ്മീഷനാണ് ഡ്യൂറന്റ് കമ്മീഷൻ. മറന്നു പോകരുത്, ഡ്യൂറന്റ് കമ്മീഷൻ ലെഡ് ചെയ്തത് മോർട്ടിമർ ഡ്യൂറന്റ്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ബാക്കി നോക്കാം. അടുത്ത പോയിന്റ്, സെക്കൻഡ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892 വാസ് പാസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലോർഡ് ലാൻസ്ഡൗൺ. നമുക്കറിയാം ആദ്യത്തെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് വരുന്നത് നമ്മുടെ ക്യാനിങ്ങിന്റെ കാലഘട്ടത്തിൽ ഒരു കൗൺസിൽ ആക്ട് വരുന്നുണ്ട് 1861. അടുത്ത കൗൺസിൽ ആക്ട് സെക്കൻഡ് കൗൺസിൽ ആക്ട് വരുന്നത് 1892 ലാൻസ്ഡൗണിന്റെ കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടിയുണ്ട്. ദ വൈസ്രോയി ഹു സെപ്പറേറ്റഡ് ഇന്ത്യൻ സിവിൽ സർവീസ് ആസ് ഇമ്പീരിയൽ, പ്രൊവിൻഷ്യൽ, നെക്സ്റ്റ് സബോർഡിനേറ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചു. ഇന്ത്യൻ സിവിൽ സർവീസിനെ എന്തൊക്കെയായിട്ട്? ഇമ്പീരിയൽ, പ്രൊവിൻഷ്യൽ, സബോർഡിനേറ്റ് ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചത്, മൂന്ന് തട്ടുകളായിട്ട് തിരിച്ചത് ലോർഡ് ലാൻസ്ഡൗൺ ആണ്.
സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ലിട്ടൺ എന്ത് ചെയ്തു, ഏജ് ലിമിറ്റ് എന്ത് ചെയ്തു, കുറയ്ക്കുകയും റിപ്പൺ വന്ന് പഴയതുപോലെ സ്റ്റാറ്റസ് കോ പഴയ സ്ഥിതിയിലാക്കുകയൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞിപ്പോൾ ഇദ്ദേഹം വന്നിട്ട് എന്താണ് ചെയ്തത്, എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മറന്നു പോകരുത്, ഇമ്പീരിയൽ, പ്രൊവിൻഷ്യൽ, സബോർഡിനേറ്റ്, ഇങ്ങനെ 3 ആയിട്ട് തിരിച്ചത് ലോർഡ് ലാൻസ്ഡൗൺ ആണ്. ഈ പോയിന്റിലോ കഴിയുമ്പോൾ ലാൻസ്ഡൗൺ കഴിയുന്നുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽജിൻ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി എൽജിൻ സെക്കൻഡിന്റെ പോയിന്റുകൾ നമുക്ക് നോക്കാം. എൽജിൻ സെക്കൻഡിന്റെ കാലഘട്ടം 1894 മുതൽ 1899 വരെയാണ്. നോക്കാം. ദ വൈസ്രോയി നോൺ ആസ് ലോർഡ് ബ്രൂസ്. ലോർഡ് ബ്രൂസ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ലോർഡ് ബ്രൂസ് എന്നറിയപ്പെടുന്നത് ലോർഡ് എൽജിൻ സെക്കൻഡ് ആണ്. ലോർഡ് ബ്രൂസ് എന്നറിയപ്പെടുന്നത് എൽജിൻ സെക്കൻഡ്. നോക്കാം. ദ കമ്മീഷൻ അപ്പോയിന്റഡ് ടു സ്റ്റഡി ദ ഗ്രേറ്റ് ഫാമിലി ഓഫ് രാജസ്ഥാൻ in 1896 to 1897 during the period of Lord Elgin second ലിയാൽ കമ്മീഷൻ. നോക്കാം. അതായത് നമ്മൾ ഒഡീഷയിലെ ക്ഷാമകാലത്ത് ആരായിരുന്നു, ജോൺ ലോറൻസ് ആയിരുന്നു വൈസ്രോയി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ സമയം വന്നപ്പോഴാണ് ഏറ്റവും വലിയ ക്ഷാമം ഇന്ത്യയിൽ ഉണ്ടായത്. അത് 1896-97 കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ ക്ഷാമത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇദ്ദേഹം നിയോഗിച്ച കമ്മീഷനാണ് ലിയാൽ കമ്മീഷൻ. LYALL ലിയാൽ കമ്മീഷൻ. Okay, next, the bubonic plague which was broken out in India 1896 during the period of Lord Elgin second. അപ്പൊ ക്ഷാമവും പിന്നെ എന്താണ് പ്ലേഗ് നമുക്കറിയാം അസുഖമാണ്. പ്ലേഗ് പിടിപെട്ടതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ രണ്ടും നമുക്കറിയാം നല്ല കാര്യങ്ങളല്ല. ഗ്രേറ്റ് ഫാമിലി ഓഫ് രാജസ്ഥാൻ, അതായത് രാജസ്ഥാനിലെ ക്ഷാമം സംഭവിച്ചപ്പോൾ ഇദ്ദേഹമായിരുന്നു വൈസ്രോയി. ആ ക്ഷാമത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ലിയാൽ കമ്മീഷൻ. പിന്നെ 1896 പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖം പൊട്ടിപ്പുറപ്പെട്ടതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ 3 പോയിന്റാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ലോർഡ് ബ്രൂസ് എന്നറിയപ്പെടുന്നു. ദ കമ്മീഷൻ അപ്പോയിന്റഡ് ടു സ്റ്റഡി ദ ഗ്രേറ്റ് ഫാമിലി ഓഫ് രാജസ്ഥാൻ in 1896 to 1897 during the period of Lord Elgin second ലിയാൽ കമ്മീഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ദ ബ്യൂബോണിക് പ്ലേഗ് which was broken out in India 1896 during the period of Lord Elgin second. അപ്പോൾ നമ്മളിന്ന് 2 വൈസ്രോയിമാർ പഠിച്ചു. അതിൽ എൽജിൻ സെക്കൻഡിൽ കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് വേറെ കുറച്ച് കാര്യം കൂടി പഠിക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ബ്രിട്ടീഷ് റിഫോംസ് ആൻഡ് ഇന്ത്യൻ സ്ട്രഗിളിൽ നമ്മൾ കുറച്ച് പഠിച്ചായിരുന്നു. അതിന്റെ ബാലൻസ് ആണ് അടുത്തത് ഗദ്ദാർ പാർട്ടി. 1913 ഫോം ചെയ്ത ഗദ്ദാർ പാർട്ടി. ഇതിന് മുന്നേ നമ്മൾ പഠിച്ചത് 1909 മിന്റോ മോർലി റിഫോംസ് വരെ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അടുത്ത വർഷം വരുന്ന ഗദ്ദാർ പാർട്ടിയാണ്. നോക്കാം. ദ മീനിങ് ഓഫ് ദ വേർഡ് ഗദ്ദാർ. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം റെവല്യൂഷൻ എന്നാണ്. കഴിഞ്ഞ വർഷം നടന്ന LGS എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ വേർഡ് മീനിങ് ചോദിച്ചിട്ടുണ്ട്. ഗദ്ദാറിന്റെ മീനിങ് എന്തുവാണ്? റെവല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഗദ്ദാർ പാർട്ടി വാസ് ഫോംഡ് ഇൻ 1913. 1913 ഗദ്ദാർ പാർട്ടി ഫോം ചെയ്തത്. നെക്സ്റ്റ്, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സോഹൻ സിംഗ്. സോഹൻ സിംഗ് ആണ് ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. നെക്സ്റ്റ്, ജനറൽ സെക്രട്ടറി. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ലാലാ ഹർദയാൽ ആണ്. ലാലാ ഹർദയാൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഗദ്ദാർ പാർട്ടിയുടെ സെക്രട്ടറി ആരും ചോദിച്ചിട്ടുണ്ട്, ലാലാ ഹർദയാൽ. നെക്സ്റ്റ്, അതർ നെയിം ഓഫ് ഗദ്ദാർ പാർട്ടി അല്ലെങ്കിൽ ഏൻഷ്യന്റ് നെയിം. ഇതിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. നെക്സ്റ്റ്, അതർ മെമ്പർ റാഷ് ബിഹാരി ബോസ്. ഇതിലെ വേറൊരു മെമ്പർ ആയിരുന്നു റാഷ് ബിഹാരി ബോസ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഗദ്ദാർ പാർട്ടി 1913. ദ മീനിങ് ഓഫ് ദ വേർഡ് ഗദ്ദാർ റവല്യൂഷൻ. റവല്യൂഷൻ എന്നാണ് ഗദ്ദാറിന്റെ മീനിങ്. ഗദ്ദാർ പാർട്ടി ഫോം ചെയ്തത് 1913. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സോഹൻ സിംഗും ജനറൽ സെക്രട്ടറി ലാലാ ഹർദയാലുമായിരുന്നു. അതർ നെയിം അല്ലെങ്കിൽ ഏൻഷ്യന്റ് നെയിം എന്ന് അറിയപ്പെടുന്നത് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. നെക്സ്റ്റ്, അതർ മെമ്പർ. ഇതിലെ വേറൊരു മെമ്പർ ആയിരുന്നു റാഷ് ബിഹാരി ബോസ്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. നെക്സ്റ്റ്, ഗദ്ദാർ പാർട്ടിയുടെ ന്യൂസ് പേപ്പർ ആയിരുന്നു അംഗ്രേസി രാജ് കാ ദുഷ്മൻ. അംഗ്രേസി രാജ് കാ ദുഷ്മൻ, അതായത് ആൻ എനിമി ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ എന്നാണ് അതിന്റെ മീനിങ്. അംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്നാണ് ഈ ഗദ്ദാർ പാർട്ടിയുടെ ന്യൂസ് പേപ്പറിന്റെ പേര്.
അതിന്റെ മീനിങ് ആൻഡ് എനിമി ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഗദ്ദാർ പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സാൻ ഫ്രാൻസിസ്കോ. 1913 ലാല ഹർദയാലും സോഹൻ സിംഗും കൂടി ചേർന്നാണ് പാർട്ടി രൂപീകരിച്ചത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സാൻ ഫ്രാൻസിസ്കോ. ഇനി ഇതിന്റെ എയിമും കൂടി നോക്കാം. എന്താണ് എയിം? ഓവർത്രോ ദ ബ്രിട്ടീഷ് റൂൾ ബൈ യൂസിങ് ഫോഴ്സ് ആൻഡ് ഫ്രീ ഇന്ത്യ ഫ്രം ഫോറിൻ ഡൊമിനേഷൻ. അതായത് നമ്മുടെ ഫോഴ്സ്, നമ്മുടെ ശക്തിയും പവറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും തുരത്തുക. അത് തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം. ഈ പാർട്ടിയുടെയും ലക്ഷ്യം അത് തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒരിക്കൽ കൂടി നോക്കാം. ന്യൂസ് പേപ്പർ അംഗ്രേസി രാജ് കാ ദുഷ്മൻ ആൻ എനിമി ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ, ഹെഡ് ക്വാർട്ടേഴ്സ് സാൻ ഫ്രാൻസിസ്കോ. അതിന്റെ എയിം എന്ന് പറയുന്നത് ഓവർത്രോ ദ ബ്രിട്ടീഷ് റൂൾ ബൈ യൂസിങ് ഫോഴ്സ് ആൻഡ് ഫ്രീ ഇന്ത്യ ഫ്രം ഫോറിൻ ഡൊമിനേഷൻ. അതായത് വിദേശികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുകയും എന്താണ് ബ്രിട്ടീഷ് ഭരണം നിർത്തലാക്കുക, അല്ലെങ്കിൽ ഇവരെ ഇവിടുന്ന് ഓടിക്കുക. അത് തന്നെയായിരുന്നു ഈ പാർട്ടിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ റവല്യൂഷൻ, അതായത് ഗദ്ദാർ പാർട്ടിയുടെ മീനിങ് റവല്യൂഷൻ എന്നാണെന്ന് മറന്നു പോകരുത്. ലാല ഹർദയാലാണ് സെക്രട്ടറി. അതിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും ഈ പാർട്ടി രൂപീകരിച്ചത് ആരും ചോദിച്ചിട്ട് അതിനകത്ത് സോഹൻ സിംഗിന്റെ പേര് കാണത്തില്ല. ചിലപ്പോൾ ലാല ഹർദയാലായിരിക്കും. അതുകൊണ്ട് അതെങ്കിലും നിങ്ങൾ എഴുതണം. പേരില്ല എന്നുണ്ടെങ്കിൽ സോഹൻ സിംഗ് ആണെന്നുണ്ടെങ്കിൽ സോഹൻ സിംഗ് തന്നെ ബബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിത് നോക്കിയത്. 2 വൈസ്രോയി നമ്മൾ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതാണ് ബ്രിട്ടീഷ് റിഫോംസ് ആൻഡ് ഇന്ത്യൻ സ്ട്രഗിളിൽ വരുന്നത് ഗദ്ദാർ പാർട്ടി. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.